നമസ്കാരം, ഞാൻ ഡോക്ടർ മെജോ മാത്യു. ആഹാരം ചവയ്ക്കുമ്പോൾ ഷോക്ക് അടിച്ചതുപോലെ 72കാരനായ റിട്ടയേർഡ് ബാങ്ക് മാനേജർ എന്നെ കാണാനെത്തിയത് വളരെ വ്യത്യസ്തമായൊരു പ്രശ്നവുമായാണ്. ഭക്ഷണം ചവയ്ക്കാൻ വയ്യ, ചവയ്ക്കുമ്പോൾ ഷോക്ക് അടിച്ചതുപോലെ ഉള്ള വേദന വരുന്നു. ഇത് ചെവിയിലേക്കും നെറ്റിയിലേക്കുമൊക്കെ പടരുന്നുണ്ട്. ഇതോടെ ഭക്ഷണം കഴിക്കാൻ തന്നെ മടിയായി. ആകെ നിരാശനായാണ് അദ്ദേഹം വരുന്നത്. പല മരുന്നുകളും കഴിച്ചു നോക്കി, പക്ഷേ പരിഹാരമുണ്ടാകുന്നില്ല. എന്തെങ്കിലും പല്ലും ഈ വേദനയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാനാണ് അദ്ദേഹം വന്നത്. പരിശോധനയിൽ ചില കാര്യങ്ങൾ വ്യക്തമായി. അദ്ദേഹം 2 വർഷം മുൻപ് ഇടതുഭാഗത്തെ മുകളിലെ 2 പല്ലുകൾ എടുത്തിരുന്നു. അവിടെ ഇതുവരെയും അദ്ദേഹം പല്ലുകൾ വെച്ചിട്ടില്ല. ഇത് കാരണം കീഴ്ത്താടിയിലെ ഇടതുഭാഗത്തെ പല്ലുകൾ മുകളിലേക്ക് പൊങ്ങി. അദ്ദേഹം വലതുവശത്തെ പല്ലുകൾ ഉപയോഗിച്ചാണ് ചവയ്ക്കുന്നത്. ഇത് മുഖത്തിൻ്റെ വലതുവശത്തെ പേശികൾക്ക് താടിയിൽ സന്ധിക്കും കൂടുതൽ തേയ്മാനം വരാൻ കാരണമായി. കടിക്കുമ്പോൾ ചില പല്ലുകൾ കൂടുതലായി ആദ്യമേ കൂട്ടിമുട്ടുന്ന പ്രശ്നവും അദ്ദേഹത്തിനുണ്ട്. ചില പല്ലുകളാണെങ്കിൽ കൂട്ടിമുട്ടുന്നേയില്ല. ഇത് പല്ലുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ വൈരുദ്ധ്യമുണ്ടാക്കി. ഉറക്കത്തിലും പകൽ സമയത്തും പല്ലിറുമുന്ന ശീലവും അദ്ദേഹത്തിനുണ്ട്. ഇതും അദ്ദേഹത്തിൻ്റെ മുഖത്തെ പേശികൾക്കും താടിയെല്ല് സന്ധിക്കും കൂടുതൽ തേയ്മാനത്തിന് കാരണമായി. പല്ലുകൾ യഥാസമയം കൃത്യമായി വയ്ക്കാത്തത്, പല്ലുകൾ തമ്മിലുള്ള ബന്ധത്തിലെ അപാകതകൾ തുടങ്ങിയവ തലവേദന, കഴുത്ത് വേദന, തോൾ വേദന, നടുവേദന, ചെവി വേദന തുടങ്ങിയവയ്ക്ക് കാരണമാകാറുണ്ട്. പല്ലുകൾ, പേശികൾ, താടിയെല്ല് സന്ധി തുടങ്ങിയവ സന്തുലിതാവസ്ഥയിലേക്ക് ആക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും മാറിക്കിട്ടി. താങ്ക് യു.